ജീവിതത്തിലെ സംഘർഷം കുറയ്ക്കാൻ നിങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും സുഗമമായ മാർഗം എന്താണ്? ഈ ചോദ്യത്തിലേക്കുള്ള ഒരു ഉത്തരമാണ് നമ്മൾ ഇന്ന് തേടുന്നത്. അതിനെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിധമാണ്: പർപ്പസ് ഓഫ് പ്രാണനം ഈസ് ടു റെഡ്യൂസ് സ്ട്രഗിൾ ആൻഡ് ബ്രിങ് ഈസ്, ബാലൻസ് ആൻഡ് ഇന്നർ ഫ്രീഡം. 4ാമത്തെ അധ്യായമായിട്ടുള്ള ജീവശക്തി ശാസ്ത്രത്തിലേക്കുള്ള ഒരു ആമുഖം എന്നുള്ള ഒന്നില് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതാണ്: പ്രാണനത്തിന്റെ ഉദ്ദേശ്യം എന്താണ്? പ്രാണനം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അതിന്റെ ഉദ്ദേശ്യം എന്താണ്? എന്താണ് പ്രാണനത്തിന്റെ ഉദ്ദേശ്യം? എന്തെല്ലാമാണ് പ്രകൃതി സമന്വയ ഫലങ്ങൾ? എങ്ങോട്ടാണ് പ്രകൃതി സമന്വയം നമ്മളെ നയിക്കുന്നത് എന്നുള്ളത് ഇവിടെ തന്നെ ഉത്തരം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. നമുക്ക് അതിലേക്ക് പോകാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. പ്രാണനം, നമ്മൾ പ്രപഞ്ചപ്രാണനുമായി ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ. പ്രപഞ്ചപ്രാണനെ എടുത്തുകൊണ്ട് നമ്മിലൂടെ കടത്തിവിട്ട് അതിലേക്ക് വീണ്ടും തിരിച്ച് കൊടുത്ത് പ്രകൃതിയുടെ സഞ്ചാലനത്തിനനുസരിച്ചാകുന്ന ഒരവസ്ഥ. ഇത് ജീവന്റെ ലക്ഷണമാണ് നമ്മൾ പറഞ്ഞു അല്ലെ? പ്രാണനം എന്നുള്ളത് ജീവന്റെ ലക്ഷണമാണ്. അത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രാണനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നതും മെറ്റാബോളിസം എന്ന് പറയുന്നത്, ചയാപചയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജീവനുള്ള വസ്തുവിന്റെ ലക്ഷണമാണ്. അതുപോലെ ഈ പ്രാണനം ചെയ്യുന്നത് കൊണ്ട് പർപ്പസ് ഉണ്ട്, അതുകൊണ്ടൊരു ഉദ്ദേശ്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അതിനെ ശ്രദ്ധിക്കുക. ജീവന്റെ ലക്ഷണമാണ്. ജീവൻ നിലനിൽക്കണമെങ്കിൽ ഈ ശ്വാസോച്ഛ്വാസം നടക്കണം എന്നുള്ളത് അറിയാം. അത് പ്രാഥമികമായിട്ടുള്ള ഒരു ഉദ്ദേശ്യമാണെങ്കിലും അതിനുമപ്പുറത്ത് ഒരു ജീവി എന്ന രീതിയിൽ മനുഷ്യൻ എന്തിനാണ് ഈ പ്രാണനത്തെ ബോധ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. പ്രാണനം കൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമാക്കുന്നത് പ്രകൃതിയോടും പ്രാണപ്രവാഹത്തോടും സമന്വയമാവുക എന്നുള്ളതാണ്. സമന്വയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർന്ന് നിൽപ്പ്, പ്രകൃതിയോടുള്ള ചേർന്ന് നിൽപ്പ്. നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പ്രകൃതിയാണ്, പ്രകൃതിയുടെ പാർട്ടാണ്, പ്രകൃതിയുടെ ഒരു പ്രദേശമാണെന്നുള്ളതല്ല. അവിടെ യുക്തി കൊണ്ട്, നമ്മുടെ ചില കാഴ്ചകൾ കൊണ്ട്, ചില വ്യവഹാരങ്ങൾ കൊണ്ട് നമ്മളെ വിച്ഛേദിതരായി നിൽക്കുന്നു. പ്രകൃതി നമ്മുടെ തൊലി നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു പരിസരത്ത് നിന്നും നമ്മൾ വിച്ഛേദിതരായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ നിന്നും മാറി അതുമായി ചേർന്ന് വരാൻ, സമന്വയത്തിലാകാനാണ് ഈ പ്രാണനം നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ ഉള്ളിലെ ഘർഷണം കുറയും. നമ്മൾ ആ പ്രകൃതിയുമായിട്ടുള്ള ഒരു കണക്ഷനിലാവുന്ന സമയത്ത് പ്രകൃതിയുടെ ആൽഗോരിതം ഉണ്ടല്ലോ, ഇത് ജീവശരീരം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ആൽഗോരിതം ഉണ്ടല്ലോ, അത് നല്ലപോലെ ലഘൂകരിക്കും. ജീവിതത്തിലെ ഘർഷണം കുറയും. ജീവിതം വെളിയിലുള്ളതും അകത്തുള്ളതുമായിട്ടുള്ള ഘർഷണം കുറയും. അത് വളരെ ശാന്തമായിട്ട് സ്മൂത്തായിട്ട് ഒഴുകാൻ പറ്റും. മാത്രമല്ല, ജീവിതം നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മൾ സങ്കീർണമാക്കാറുണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും മേക്ക് ചെയ്യുന്നത്. അതിനു പകരം ജീവിതം വളരെ ലളിതമാവും. സങ്കീർണമാകേണ്ട കാര്യമില്ല, സിമ്പിൾ ആവും. വളരെ കോംപ്ലക്സ് ആകേണ്ട കാര്യമില്ല, സിമ്പിൾ ആവും, സ്വാഭാവികമാകും. ഈ പ്രാണനം കൃത്യമായിട്ട് സംഭവിക്കുന്ന സമയത്ത് ശ്വാസം കൃത്യമായിട്ട് എടുക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അയാൾക്ക് ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കർഷണപൂരിതമായിരിക്കും. അയാൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. അയാൾക്ക് ജീവിതം ഭയങ്കര ഭാരമുള്ളതായിട്ട് തോന്നും അല്ലെ? സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസത്തിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. മര്യാദയ്ക്ക് ശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എത്രത്തോളം ശ്വാസം കൃത്യമായിട്ട് അതിന്റെ സ്വാഭാവിക താളത്തിലൂടെ കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുന്നുവോ, അതിനെ കൈകാര്യക്ഷമമാക്കാൻ കഴിയുന്നുവോ, അത്രത്തോളം നമുക്ക് ജീവിതത്തെ ലളിതമാക്കാൻ പറ്റും, സ്വാഭാവികമാക്കാൻ പറ്റും. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ബാലൻസ്, അകത്തുള്ള ബാലൻസും പുറത്തുള്ള ബാലൻസും ക്രമീകരിക്കും എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും പ്രാണനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രാണനം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ഫലങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് ആന്തരിക സമാധാനമാണ്. ആന്തരികമായിട്ടുള്ള ലാഘവത്വമാണ്. ഏറ്റവും ലൈറ്റ് ആയിട്ടിരിക്കും, നമുക്ക് ഏറ്റവും പീസ്ഫുൾ ആയിരിക്കാൻ പറ്റും. പ്രാണനെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത്, പ്രാണനം എന്നുള്ള പ്രോസസ്സിലൂടെ പോകുന്ന സമയത്ത് ശരീരം ഈ പറയുന്ന സമാധാനത്തിലേക്ക് വരും. ശരീരത്തിന് സമാധാനം വരും, മനസ്സിന് സമാധാനം വരും, ജീവചൈതന്യത്തിന് സമാധാനം വരും. അപ്പോൾ ഇത് മൂന്നും സമാധാനത്തിൽ ഒഴുകുന്ന സമയത്ത് ഏകീകൃത ഭാവമായിരിക്കും. ഒരു പുതിയ കാറ് ഹൈവേയിലൂടെ ഓടുന്നത് പോലെ
പുതിയ കാർ ഹൈവേയിലൂടെ ഓടുന്ന സമയത്ത് ഹൈവേക്ക് പൊതുവെ നിരന്ന പ്രതലമാണ്, അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻസ് കൊടുക്കേണ്ടതില്ല. പുതിയ കാർ എന്ന് പറയുമ്പോൾ അതിനകത്തെ എല്ലാ ഭാഗങ്ങളും വളരെ ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനും വളരെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ കാറ് ഓടുന്നു എന്ന ഒരു അവസ്ഥ പോലും അറിയാത്ത രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ആ ജീവിതത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവാഹത്തിലൂടെ കടന്നു പോകും. അപ്പോൾ ശരീരം, മനസ്സ്, ജീവശക്തി ഇവ ഏകീകരിക്കുന്ന സമയത്ത് ശരീരം ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഓപ്റ്റിമമായിട്ടുള്ള അവസ്ഥയിൽ പോകും. എന്നുവെച്ചാൽ ശരീരം മാത്രമല്ല, മനസ്സ് അതുപോലെ ആയിരിക്കും പോവുക, ജീവശക്തി ഒരുപോലെ ആയിരിക്കും. പുതിയ കാറ് ഓടിക്കുന്നത് പോലെ ഏറ്റവും ശാന്തമായിട്ട് പോകും. ആ സമയത്ത് നമുക്ക് വ്യക്തമായ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. കാരണം ഇന്നർ ക്ലാരിറ്റി ഭയങ്കരമായിരിക്കും. ശരീരത്തിന് വേണ്ടത് എന്താണെന്ന് മനസ്സിന് മനസ്സിലാവും, അതിന് വേണ്ടത് എന്താണെന്ന് ജീവശക്തി മനസ്സിലാവും. ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഇവ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. അത് ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ വരും. അപ്പോൾ ജീവിതം വളരെ സ്മൂത്ത് ആയിട്ട് ഒഴുകും. ഇതെല്ലാം പരസ്പര ബന്ധിതങ്ങളാണ്. ഇപ്പൊ ശരീരം ശരിയായി, മനസ്സ് ശരിയായില്ല, ജീവശക്തി ഒട്ടും ശരിയായില്ല എന്നുള്ള അവസ്ഥയല്ല. പ്രാണനം നമ്മൾ ശീലിച്ചു കഴിയുമ്പോൾ അത് ആദ്യം ശരീരത്തിന്റെ ജീവചൈതന്യത്തെ പ്രൊമോട്ട് ചെയ്യും. അത് ശരിയാം വിധം പ്രവർത്തിക്കുന്ന സമയത്ത് ശരീരം അതിനനുസരിച്ച് ശരിയായി പ്രവർത്തിക്കാൻ തുടങ്ങും. ശരീരത്തിന്റെ പ്രവർത്തനവും ഈ പ്രാണന്റെ പ്രവർത്തനവും കൃത്യമാകുന്ന സമയത്ത് മനസ്സ് ശരിയാം വിധം ഇതിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ശരീരത്തിലല്ലേ ഇപ്പോ ഒരു കേടായ വാഹനം കൊണ്ട് പോകുന്ന സമയത്ത് ഏത് വർക്ക്ഷോപ്പിൽ കയറ്റണം, നമ്മൾ ഇനി എന്ത് ചെയ്യണം, പഞ്ചറായ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് വശാവുക. യന്ത്രം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു, എല്ലാം കൃത്യമായിട്ട് പോകണമെങ്കിൽ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ മനസ്സിന് അധികം ലോഡ് വരില്ല. ജീവശക്തിയും ശരീരവും കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ മനസ്സിന് വലുതായിട്ട് ലോഡ് വരില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ജീവിതത്തിന് ഒരു ശരിയായ പ്രവാഹം ഉണ്ടായിരിക്കും. ഇങ്ങനെ വരുമ്പോ നമ്മൾ എവിടേക്കാണ് എത്തുക? ഈ പ്രകൃതിയുമായി നമ്മൾ സമന്വയിച്ച്, പ്രാണനുമായി നമ്മൾ സമന്വയിച്ച് ജീവിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് എത്തുക? അത് എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോവുക? ഈ കൊണ്ടുപോകുന്ന ഇടത്തിന്റെ പേര് ദൈവീകത എന്നുള്ളതാണ്. നമുക്കറിയാം, ദൈവീകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലേശരഹിതമായ ഒരവസ്ഥ. നമുക്ക് ക്ലേശമില്ല, ക്ലേശമില്ലാത്തൊരവസ്ഥയെ ദൈവീകമായിട്ടുള്ളൊരവസ്ഥ എന്ന് പറയാം, ഗോഡ്ലിനെസ് എന്ന് പറയാം, ഈശ്വരീയം എന്ന് പറയാം. ആ ക്ലേശരഹിതമായിട്ടുള്ള അവസ്ഥ നോക്കൂ. ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുന്നു, പ്രാണശക്തി അതിനെ ശരിയാം വിധം ക്രമീകരിക്കുന്നു. അവിടെ മനസ്സിന് വലിയ ലോഡൊന്നും വരുന്നില്ല. ചിത്ത ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും, ചിത്തവൃത്തിയിൽ നിന്നും അല്ലെങ്കിൽ രക്ഷപ്പെട്ട് ശരീരവും മനസ്സും വളരെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ ഒഴുകുന്നു. ആ അവസ്ഥയിൽ ക്ലേശരാഹിത്യം എന്നുള്ളത് അവസ്ഥ ഉണ്ടാവും. അകത്ത് ക്ലേശരാഹിത്യം ഉണ്ടാവും, ശരീരപ്രവർത്തനങ്ങളിൽ ക്ലേശരാഹിത്യം ഉണ്ടാവും, ചിന്തയിൽ ക്ലേശരാഹിത്യം ഉണ്ടാവും. ഇത് തന്നെ പുറത്ത് റിഫ്ലക്ട് ചെയ്യും, ജീവിതത്തിൽ ക്ലേശരാഹിത്യം ഉണ്ടാവും. അങ്ങനെ ക്ലേശം രഹിതമാകുന്ന സമയത്താണ് ഉള്ളിൽ നിന്നും പലതും ഇങ്ങനെ എമർജ് ചെയ്യുക. അതായത് നമ്മുടെ അകത്ത് സാധാരണ രീതിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ അകത്തുള്ള കുറെ മൂല്യങ്ങളുണ്ട്, ഇതൊക്കെ പ്രവർത്തിക്കും. പക്ഷെ ഏറ്റവും സുഗമമായി പോകുന്ന സമയത്ത്, സാധാരണ മൂല്യങ്ങൾക്ക് ഒന്നും പ്രസക്തി ഇല്ലാതാവുന്ന സമയത്ത് ഉന്നതമായ മൂല്യങ്ങൾ, ഉദാഹരണത്തിന് അഭൗമമായ കരുണ, പരിമിതിയില്ലാത്ത സ്നേഹം, പരിധികൾ ഒന്നും കാണിക്കാത്ത, അതിരുകളില്ലാത്ത സ്നേഹം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നത്. ഇതൊന്നുമല്ലാത്ത തിരിച്ചറിയുന്ന പ്രേമത്തെ, പ്രേമം വെച്ചാൽ ഈ പ്രണയം റൊമാൻസ് അർത്ഥത്തിലല്ല പറഞ്ഞു, വിശ്വപ്രേമത്തെ നമ്മൾ ഉള്ളിൽ നിന്നും എടുക്കാൻ കഴിയുന്നത് ഈ സമയത്താണ്. എടുക്കാൻ കഴിയാതെ വെച്ചാൽ അതിങ്ങനെ വെളിയിൽ നിന്നും, ഈ പാലാഴി കടയുമ്പോൾ അമൃത വെളിയിൽ വന്നതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിയിൽ വരും. അതുപോലെ തന്നെ ചില ബോധ്യങ്ങൾ, ചില അങ്ങനെയുള്ള അവസ്ഥകൾ വരും. അപ്പൊ ഇതെല്ലാം വെളിയിൽ വരുന്നതിനെയാണ് നമ്മൾ ദൈവീകത, ഗോഡ്ലിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതി സമന്വയത്തിലാവുമ്പോൾ നമുക്ക് ക്ലേശരാഹിത്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് വ്യക്തത ഉണ്ടാവും. ശരീരം, മനസ്സ്, മറ്റേ പ്രാണൻ ഒക്കെ കൂടെ ഒരുമിച്ച് ഒരേ അലൈൻമെന്റിൽ വരുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എന്തു വേണം എന്നുള്ളതിനെ കുറിച്ച്, എന്തു വേണം, ഏതിലെ പോകണം എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരവസ്ഥ, അതിനെയാണ് വിസ്ഡം എന്ന് പറയുക. അപ്പോ ദൈവീകത പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ക്ലേശരാഹിത്യത്തോട് ഒത്തുചേർന്ന് പോകാൻ പാകത്തിൽ നമ്മളിൽ നിന്നും പ്രകടമാകുന്ന ഒരു ഗുണമാണ് ആ ജ്ഞാനം എന്നുള്ളത്. ഈ ജ്ഞാനത്തിന്റെ അവസ്ഥകളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ജീവിതത്തിന്റെ പലതരം നിരർത്ഥകതകൾ. ഇപ്പോ ഒരു കുഞ്ഞിനെ ആദ്യമായിട്ട് കൈ കിട്ടിയ ഒരാള് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുഞ്ഞ് തിരിഞ്ഞാൽ ബുദ്ധിമുട്ട്, മറിഞ്ഞാൽ ബുദ്ധിമുട്ട്, കുഞ്ഞ് കരഞ്ഞാൽ പേടി, മൊത്തം കുഞ്ഞ് ഒരു മുറ്റത്തേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴുമോ എന്നുള്ള പേടി. ഒരു 2 കുഞ്ഞുങ്ങളെയും 3 കുഞ്ഞുങ്ങളെയും വളർത്തിയിട്ടുള്ള പരിചയമുള്ള ഒരു അമ്മൂമ്മ അവിടെ ഉണ്ടെങ്കിൽ
അമ്മ പറയും നീ എന്തിനാ ഈ പേടിക്കുന്നത്, അത് കളിച്ചോളില്ലേ എന്ന് പറയും. കുഞ്ഞിനെ വളർത്തി പരിചയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ കുഞ്ഞ് എന്നുള്ളത് വീഴുന്നതും തട്ടുന്നതും മുട്ടുന്നതും ചെറിയതായിട്ട് ചോര പൊടിയുന്നതും ഒക്കെ ആ കുഞ്ഞിന്റെ വളർച്ചയുടെ ഭാഗമാണ്. കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ അതിൽ കിടന്ന് ഒന്നും ആകേണ്ട കാര്യമില്ല. അതുപോലെ ജീവിതത്തിന്റെ ആ ഒരു പ്രക്രിയയെക്കുറിച്ച്, ജീവിതത്തിന്റെ ഒഴുക്കിനെ കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായ ജ്ഞാനമുണ്ടായാൽ, ആ ജ്ഞാനത്തിലൂടെ അതിലൂടെ ജീവിക്കാനായാൽ, ഇതില് അകത്ത് വൈകാരികമായ ഒന്നും നമ്മളെ പിടിച്ചു കെട്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആശങ്കകളിൽ നിന്നും വ്യാവഹാരികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാവും. കാരണം ഞാനിവിടെ ജീവിക്കുന്നു, ചുറ്റുപാടുള്ള കാര്യങ്ങൾ നടക്കുന്നു, ഞാൻ അതിലൊന്നും കയറി അനാവശ്യമായിട്ട് ഇടപെട്ടതിനെ കുളമാക്കാൻ നിൽക്കുന്നില്ല. ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്റെ മനസ്സ് അതിൽ നിന്ന് മുക്തമായി, ശരീരം അതിൽ നിന്ന് മുക്തമായി. അത്തരം ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടുന്നൊരവസ്ഥ, അതിനാണ് ലിബറേഷൻ എന്ന് പറയുക. അപ്പോ ഈ പ്രാണനം കൊണ്ട് പ്രകൃതി സമന്വയം ഉണ്ടാകുമ്പോൾ നമ്മൾ എത്തുന്ന ഇടം എന്ന് പറയുന്നത് ദൈവീകതയാണ്, ജ്ഞാനം ആണ്, മുക്തിയാണ്. ഈ 3 അവസ്ഥകളിലും നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ്. അതിന് നമ്മൾ ഈ ദൈവീകത എന്ന് പറയുന്നതിന് നമുക്ക് ജീവിതത്തിൽ ദൈവീകത വന്നു ചേരുന്നു എന്നുള്ള ഐശ്വര്യം വന്നു ചേർന്നു എന്നുള്ളതാണ്. ഈശ്വരൻ വന്നു ചേർന്നു എന്നുള്ളതിന്റെ അവസ്ഥ തന്നെയാണ് ഐശ്വര്യം വന്നു ചേർന്നു എന്ന് പറയുന്നത്. ഈ ഐശ്വര്യം വരുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ നടന്നു പോകുന്നതല്ല, നന്നായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ധ സമ്പ്രദായത്തിന്റെ ഭാഷയിൽ കാര്യസിദ്ധി, ജ്ഞാനസിദ്ധി, മോക്ഷസിദ്ധി എന്ന് പറയാറുണ്ട് ഈ 3 കാര്യങ്ങളെ. ഈ 3 തരം സിദ്ധികളിലേക്ക് എത്തുക എന്നുള്ളതാണ്. സിദ്ധിക എന്ന് വെച്ചാൽ സിദ്ധിക്കുക. ഇത് ചെയ്തു പോകുമ്പോൾ നമുക്ക് തനിയെ കൈവരുന്നതാണ്, അവിടെ ചെന്ന് നമ്മൾ പിടിച്ചെടുക്കുന്നതല്ല. നമ്മൾ ഈ ഒരു പ്രാണനത്തിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമാകുന്ന സമയത്ത് നമ്മിലേക്ക് വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന കാര്യസിദ്ധി, ജ്ഞാനസിദ്ധി, മോക്ഷസിദ്ധി എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. ഈ പ്രകൃതിയുമായി സമന്വയത്തിലാകുമ്പോൾ മാത്രമാണ് അതിലേക്ക് പോവുക. ആ പ്രകൃതി സമന്വയത്തിലെ ഏറ്റവും നല്ല മാർഗമാണ് ഈ പ്രാണനം എന്ന് പറയുന്നത്. പ്രാണനം മാത്രമാണോ മാർഗം എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ പ്രാണനം കൊണ്ട് അത് സാധിക്കും. പ്രാണനം എന്നുള്ളത് ഇനി ഇതൊന്നുമില്ലാതെ, പ്രാണനത്തിന്റെ വഴിയല്ലാതെ ഒരാൾ ജ്ഞാനസിദ്ധിയുടെ വഴിയിലൂടെ മാത്രം പോയി എന്നിരിക്കട്ടെ, അയാളും ഇതിലേക്ക് എത്തും. പക്ഷെ അവിടെ അയാൾ അറിയാതെ പ്രാണനം സംഭവിക്കുന്നുണ്ട്. ആ പ്രാണനത്തിലൂടെ പോവുള്ളൂ. പക്ഷെ പ്രാണനെ കോൺഷ്യസ് ആയിട്ട് ചെയ്താലോ അത് ഏറ്റവും സുഗമമായിട്ട് അവിടെ എത്തുക തന്നെ ചെയ്യും. അപ്പോ മനസ്സിലാക്കുക, ഈ നമ്മുടെ ഉള്ളില് പ്രകൃതിയുമായി നമ്മുടെ ശരീരം, മനസ്സ്, ജീവചൈതന്യം തുടങ്ങിയവ കൃത്യമായിട്ട് സമന്വയത്തിലല്ലാതെ വന്നാൽ, നമ്മളും പരിസരവും തമ്മിൽ സമന്വയത്തിലല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ജീവിതം മുഴുവനുള്ള സംഘർഷമായിരിക്കും. ഈ സംഘർഷത്തെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം, മനസ്സ്, ചൈതന്യം ഇവ സമന്വയത്തിലാകണം, അവ ഏകധാരയിലാകണം, അവ യോഗത്തിലാകണം, യോജിപ്പിലാകണം. അങ്ങനെ വരുമ്പോ നമ്മുടെ അകത്ത് ബാലൻസ് ഉണ്ടാവും, ലാളിത്യം ഉണ്ടാവും. ഈ പ്രാണനം എന്ന് പറയുന്നത് നമ്മെ അതിലേക്ക് എത്തിക്കാനുള്ള ടൂളാണ്. അല്ലെ, പ്രാണനത്തിന്റെ ഉദ്ദേശ്യം, ലക്ഷ്യം എന്ന് പറയുന്ന അതാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തില് ഈ സമന്വയം, ശരീരം, ജീവൻ, മനസ്സ്, അല്ലെങ്കിൽ ശരീരം, പ്രാണശക്തി, മനസ്സ്, ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവ സമന്വയത്തിലാണോ, അത് പരിസരവുമായി സമന്വയത്തിലാണോ എന്നതൊന്ന് പരിശോധിക്കുക. അതിന്റെ ഫലങ്ങളുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.